പഠിക്കുന്ന ഒരു എക്സാമിന് അഭിമുഖീകരിക്കുമ്പോൾ ഏതാണ് ബെസ്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്യും. അങ്ങനെ ഞാനും ചെയ്തു. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്തു. അതിൽ ബെസ്റ്റായിട്ട് തോന്നിയ സഹകാരിയാണ്. ആ സെലക്ഷൻ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ സെലക്ഷനിൽ ആണ് ഈ ഇതുവരെ എനിക്ക് എത്താൻ പറ്റും. കേരളത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വർക്കിന് കേരളപ്പെട്ടായാലും അതുപോലെ തന്നെ വന്ന കേരള ബാങ്ക് ആയാലും ഇതിനൊക്കെ ഒരു ബേസ് പറയുന്ന സഹകാരിയാണ്. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റാങ്ക് ഹോൾഡറാണ്. നമ്മുടെ 47ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് നമ്മുടെ ഇത്രയും വലിയ ഒരു മത്സരം നടന്ന പരീക്ഷയിൽ 47 ആദ്യം 100-നുള്ളിൽ വരിക എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ ആദ്യമായിട്ട് സഹിത്തെ നമ്മുടെ ഈ ഒരു എഫേർട്ട് ശരിക്കും JSCIക്ക് വേണ്ടിയാണ് സഹകാരിലേക്ക് വരുന്നത് അല്ലേ? ആദ്യം ഓഫ്ലൈനിൽ ഒരു ദിവസം നേരെ കാസർഗോഡ് നിന്ന് ഓഫ്ലൈനിലേക്ക് ഒരു ദിവസം വന്നതിന് ശേഷം നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഓക്കെ ആണ് തോന്നൽ വന്നു. പിന്നെ നേരെ ഓൺലൈനിലോട്ട് മാറി അല്ലേ? എന്നാൽ വന്നതുമായി ബന്ധപ്പെടുത്തി കുറെ പരിചയങ്ങൾ എന്തായാലും അതുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കാം. രാജ് സാറിനെ മീറ്റ് ചെയ്തു. ഓർമ്മ ഉണ്ടാവുന്നില്ല, ഒരു ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഓൺലൈൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്കൊരു ഓഫ്ലൈൻ അല്ലാന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? മെന്റേഴ്സിന്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ നല്ല ടൈം ടേബിൾ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നതും അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിൽ അത് അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. മെന്റർ ആരായിരുന്നു? നമ്മുടെ മെന്റർ ദീപു ആയിരുന്നു. ഓക്കെ. അപ്പോൾ സഹിത്തെ ശരിക്കും ഞാൻ ആദ്യം ചോദിക്കേണ്ടതാണ്, ഈ വിജയം ആർക്കാണ് സമർപ്പിക്കുന്നത്? എൻ്റെ ഫാമിലിയാണ്. ഞാൻ എന്നുവെച്ചാൽ അവരാണ് എൻ്റെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 26 വയസ്സിലൊരാളാണ് ഞാൻ. അപ്പോൾ അല്ലെങ്കിൽ ജോലി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അവരൊരു സപ്പോർട്ട് എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഫാമിലിയുടെ സപ്പോർട്ട് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ രാത്രിയും പകലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരൊന്നും പറഞ്ഞില്ല, ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. പിന്നെ അവർ സഹാരിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ സപ്പോർട്ടാണ്. ഇതിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഏതാണ് ബെസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യും. പഠിക്കുന്ന ഒരു എക്സാമിന് അഭിമുഖീകരിക്കുമ്പോൾ ഏതാണ് ബെസ്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്യും. അങ്ങനെ ഞാനും ചെയ്തു. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്തു. അതിൽ ബെസ്റ്റായിട്ട് തോന്നിയ സഹകാരിയാണ്. അപ്പം അങ്ങനെയാണ് സഹകാരി ചൂസ് ചെയ്യുന്നതും സഹകാരിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതും. അപ്പോൾ അതൊരു നല്ലൊരു ടൈമായി തോന്നി എനിക്ക്. ആ സെലക്ഷൻ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ സെലക്ഷനിൽ ആണ് ഈ ഇതുവരെ എനിക്ക് എത്താൻ പറ്റും. കേരളത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വർക്കിന് കേരളപ്പെട്ടായാലും അതുപോലെ തന്നെ വന്ന കേരള ബാങ്ക് ആയാലും ഇതിനൊക്കെ ഒരു ബേസ് പറയുന്ന സഹകാരിയാണ്. അപ്പോൾ എന്തായാലും ഇതിനുള്ളിൽ പിന്നെയും സജിത്ത് വേറെ റാങ്ക് ലിസ്റ്റിൽ വന്നു. കേരളഫെഡിൽ അല്ലേ 11ാമത്തെ റാങ്ക് നേടി. അതും ഈ കഴിഞ്ഞ 2024 നടന്ന ഒരു PSC എക്സാമിനേഷൻ ആയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ കേരള ബാങ്കും അതുപോലെ JSCI എക്സാമിനേഷൻ നടന്നത്. അപ്പോൾ ഒരു 3 പരീക്ഷ തുടരെ എഴുതാൻ പറ്റിയല്ലേ? അതെ, അതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ്. അതായത് ആ പഠിത്തത്തിൻ്റെ ഒരു ബെനിഫിറ്റ് അതാണ്. നമ്മൾ ഉദ്ദേശിച്ച ഒരു എക്സാം കുറേ എക്സാം ഒന്നിച്ച് വരുമ്പോൾ എല്ലാ റാങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു ടൈം നമുക്ക് ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. അതാണ്. അപ്പോൾ സജിത്ത് എല്ലാവിധ ഭാവങ്ങളും എസ്പെഷ്യലി നമ്മുടെ ഈ പറഞ്ഞ ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സജിത്തിന് എന്തെങ്കിലും ഒരു നാക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിൽ മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പുതിയൊരു വഴി വെച്ചാൽ ഞാൻ ഇന്നോവേറ്റീവ്, എൻ്റെ വഴി ഇന്നോവേറ്റീവാണ്. വെച്ചാൽ ഞാൻ നോട്ട്സ് കുറക്കും, പരമാവധി കുറക്കും. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ തുടങ്ങിയ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ സിലബസ് ചെറിയ ഡിഫറൻസോടെയാണ് സിലബസ് വന്നത്. അപ്പോൾ ഈ സിലബസ് മാറ്റം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പാക്ട് ചെയ്തു. അപ്പോൾ നോട്ട്സ് എഴുതിയിട്ട് നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കുറേ സമയം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് വെച്ചാൽ ഒരു ഡിജിറ്റലായിട്ട് ഞാൻ നോട്ട്സ് പകരം PDF ആയിട്ട് വായിച്ചിട്ട് പോകുന്നതാണ്. എനിക്ക് അധികം മെമ്മറിയിൽ നിൽക്കാത്ത കാര്യം മാത്രം ഞാൻ നോട്ട് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചിട്ടാണ്. നോട്ട്സ് കുറവാണ് മാക്സിമം എൻ്റെ ഇതിൽ. നോട്ട്സ് വെച്ച് നോട്ട്സ് കൊടുക്കാൻ എൻ്റെ ഒന്നുമില്ല. ഓൺലി PDF രീതിയിലാണ് ഞാൻ പഠിച്ചത്. ലാപ്പും ടാബും വെച്ചിട്ടാണ് ഞാൻ മാക്സിമം പഠിച്ചത്. പിന്നെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, സംഭവമുണ്ട്. സ്റ്റിക്കി നോട്ട്സ് കുറേ റൂം നിറച്ചുണ്ട്. ആ സ്റ്റിക്കി നോട്ട്സാണ് അധികം ഹെൽപ്പ് ചെയ്തത്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ആ സ്റ്റിക്കി നോട്ട്സിൽ ഉണ്ടാവും. അത് മെമ്മറിയിൽ എവിടെയും കിടക്കും. അത് നമുക്ക് റിക്കലക്ട് ചെയ്തിട്ട് എക്സാമിന് അങ്ങനെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ അപ്പോൾ 2 കാര്യങ്ങൾ ഇപ്പോൾ സജിത്ത് പറഞ്ഞത്, ഒന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ സമയമില്ലാതെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ്. രണ്ടാമത്തത് എല്ലാവരും ചെയ്യുന്നതല്ല, പക്ഷേ വിജയികളൊക്കെ ചെയ്യുന്ന കാര്യമാണ് സ്റ്റിക്കി നോട്ട്സ് വഴി ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുന്ന കുഞ്ഞു പോയിന്റ്സ്, അല്ലെങ്കിൽ ഓരോ പോയിന്റുകൾ ഇങ്ങനെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനങ്ങൾ കമ്പയർ ചെയ്ത് എഴുതി ഒട്ടിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 1000-ഓളം പോയിന്റ്സ് നിങ്ങൾക്ക് ഇതുപോലെ പല മേഖലകളാക്കി പല സ്ഥലങ്ങളിൽ ഒട്ടിച്ചോ എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണറിയാതെ പതിയും ഇതിങ്ങനെ ഓർമ്മയിലേക്കും ചെയ്യും. അപ്പോൾ അതെല്ലാം വിജയികൾ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ പരിശീലിക്കുന്ന മെത്തേഡുകളാണ്. അതൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വരാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ
റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരു സാധനത്തിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു എക്സാം എഴുതി, ഞാനിപ്പോൾ CSEB എഴുതിയിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതിന് ചെറിയ മാർക്കുകൾക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. 0.5 ഒരു മാർക്ക് അങ്ങനത്തെ മാർക്കുകൾക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിട്ടിട്ട് വേറെ രീതിയിലേക്ക് ചാടാതെ കൺസിസ്റ്റൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഒരു 6 മാസം 7 മാസം ഒരു വർഷത്തോളം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമുക്ക് ഒരു ജോലിയിൽ നല്ല ജോലി പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, താങ്ക് യു.